ഇംഗ്ലീഷിന്റെ ഒരു പുതിയ ലേണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ചെറിയ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡു ആൻഡ് ഡസ് പഠിച്ചിരുന്നു. അതിന്റെ നെഗറ്റീവ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിന്റെ ലിങ്കും ഞാൻ ഇതിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ അതുകൂടെ കാണണം. അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഇത് സാധാരണ ഇംഗ്ലീഷിന്റെ തുടക്കക്കാർക്ക്, അതായത് ഇംഗ്ലീഷ് പറയാൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയാണ്. ഈ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾ കണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പേരൻസ് ആണെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും അവരോട് വീട്ടിൽ ചെറിയ കാര്യങ്ങൾ സംസാരിക്കാനും, നമ്മൾ വെളിയിൽ പോയാലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് അത് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കാം. അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി സപ്പോർട്ട് ആകുന്ന വീഡിയോസ് ആണ് എൻ്റേത്. വളരെ ചെറിയ വീഡിയോസ് ആണ്. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ കരുതുന്നു. നമുക്കെങ്കിൽ സമയം ഒട്ടും കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഡോണ്ട് അതല്ലെങ്കിൽ ഡു നോട്ട്, ഡസൻറ്റ് അതല്ലെങ്കിൽ ഡസ് നോട്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെ ഡു ആൻഡ് ഡസ് ഈ രണ്ട് സെന്റൻസുകൾ മനസ്സിലാക്കിയിരുന്നു. അതിന്റെ റൂൾസ് മനസ്സിലാക്കി. ഇവിടെ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് ആണ് മനസ്സിലാക്കുന്നത്. ഡു നോട്ട് ആൻഡ് ഡസ് നോട്ട്, ഡോണ്ട് ആൻഡ് ഡസൻറ്റ്. ഈ ഐ ഡു നോട്ട് നോ എന്ന ഫസ്റ്റ് സെന്റൻസ് നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം പറയാറുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ. അത് എങ്ങനെയാണ് ഹീയുടെ കൂടെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഷീയുടെ കൂടെ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. എനിക്കറിയില്ല, അത് നമ്മൾ പറയുമ്പോൾ ഐ ഡോണ്ട് നോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇംഗ്ലീഷ് പറഞ്ഞാലും ഇല്ലെങ്കിൽ ഇതറിയാം. ഐ ഡോണ്ട് നോ. എന്നാൽ അത് അവൻ അറിയില്ല എന്ന് വരുമ്പോൾ നമ്മൾ പലപ്പോഴും അറിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമായിരിക്കും ഹീ ഡോണ്ട് നോ. അത് തെറ്റാണ്. നമ്മൾ പറയുമ്പോൾ അത് ഹീ ഡസൻറ്റ് നോ എന്ന് പറയണം. നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഐ, വി, ദേ, യു ഈ 4 കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഡു ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് എന്ന് പറയുന്നു, അതാണ് യൂസ് ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ എന്ന് വന്നു. എന്നാൽ അവൻ അറിയില്ല എന്ന് വന്നപ്പോൾ ഹി ഡസൻറ്റ് നോ എന്ന് വന്നു. ഹി ഡോണ്ട് നോ എന്നൊരിക്കലും പറയല്ലേ, അല്ലെ ഷീ ഡോണ്ട് നോ എന്ന് പറയല്ലേ. ഹി ഡസൻറ്റ് നോ, ഷീ ഡസൻറ്റ് നോ, അല്ലെങ്കിൽ ആരുടെയും പേര് വരുമ്പോൾ ജെറി ഡസൻറ്റ് നോ. ഇങ്ങനെ വേണം നമ്മൾ സംസാരിക്കാൻ. ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ഒരു സെന്റൻസ് കൂടെ മനസ്സിലാക്കാം. ഞങ്ങൾ അവരോടൊപ്പം ജോലി ചെയ്യുന്നില്ല. ആ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ വി ഡോണ്ട് വർക്ക് വിത്ത് ദം. ഒരു സെന്റൻസ് കൂടെ മനസ്സിലാക്കാം. അപ്പം നമുക്ക് അതിന്റെ ക്ലാരിറ്റി കിട്ടും. അവൾ അവരോടൊപ്പം ജോലി ചെയ്യുന്നില്ല. ഇവിടെ അവൾ എന്നാണ് വന്നേക്കുന്നത്. ഷീ ഡസൻറ്റ് വർക്ക് വിത്ത് ദം. വി വന്നപ്പോൾ അത് ഡു നോട്ട് വർക്ക് വിത്ത് ദം, ഡോണ്ട് വർക്ക് വിത്ത് ദം എന്നാണ് വർക്ക് വിത്ത് ദം എന്നാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഷീ വന്നപ്പോൾ ഡസൻറ്റ് വർക്ക് വിത്ത് ദം. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഐ, വി, ദേ, യു ഇതൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ ഐ ഡോണ്ട് വർക്ക് വിത്ത് ദം, വി ഡോണ്ട് വർക്ക് വിത്ത് ദം, ദേ ഡോണ്ട് വർക്ക് വിത്ത് ദം, യു ഡോണ്ട് വർക്ക് വിത്ത് ദം. എന്നാൽ അവിടെ ഹി, ഷീ ആരുടെയെങ്കിലും പേരല്ലെ ഇറ്റ് വരികയാണെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹി ഡസൻറ്റ് വർക്ക് വിത്ത് ദം, ഷീ ഡസൻറ്റ് വർക്ക് വിത്ത് ദം, ജെറി ഡസൻറ്റ് വർക്ക് വിത്ത് ദം. ഈ ഒരു സെന്റൻസിലും ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കാം. അവർ സ്കൂളിൽ പോകുന്നില്ല. അത് വരുമ്പോൾ ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ. ദേ ഡോണ്ട് അല്ലെങ്കിൽ ദേ ഡു നോട്ട് ഗോ ടു സ്കൂൾ എന്നാണ് ഇംഗ്ലീഷിൽ വരുന്നത്. അവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, ജെറി സ്കൂളിൽ പോകുന്നില്ല. അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ജെറി ഡസ് നോട്ട് ഗോ ടു സ്കൂൾ അല്ലെങ്കിൽ ജെറി ഡസൻറ്റ് ഗോ ടു സ്കൂൾ. ഇവിടെ നമ്മൾ ഡോണ്ട് ചേർക്കുമ്പോൾ ഐ ഡോണ്ട് ഗോ ടു സ്കൂൾ, വി ഡോണ്ട് ഗോ ടു സ്കൂൾ, ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ, യു ഡോണ്ട് ഗോ ടു സ്കൂൾ. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഡോണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഹി ഡസൻറ്റ് ഗോ ടു സ്കൂൾ, ഷീ ഡസൻറ്റ് ഗോ ടു സ്കൂൾ, ഒരു പേര് വന്നു ജെറി ഡസൻറ്റ് ഗോ ടു സ്കൂൾ. ഇതൊക്കെ വന്നപ്പോൾ നമ്മൾ ഡസ് നോട്ട് ആണ് യൂസ് ചെയ്തത്. ഇപ്പോൾ ഇവിടെയും ആ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് കരുതുന്നു. വ്യത്യാസം വന്നേക്കുന്നത് മലയാളത്തിൽ അവർന്നും ഒരാളുടെ പേരും ജെറി എന്ന് മാത്രമാണ്. എന്നാൽ അത് ഇംഗ്ലീഷ് വന്നപ്പോൾ ഡു നോട്ട് എന്നും പേര് കൂടാതെ ഡു നോട്ട് എന്നുള്ളതും ഡസ് നോട്ട് എന്നുള്ളതും വ്യത്യാസമാണ്. രണ്ടിടത്തും ഡോണ്ട് അല്ല, ഒരിടത്ത് ഡോണ്ട് ഒരിടത്ത് ഡസൻറ്റ്. ആ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഈ ഒരു സെന്റൻസിന് ക്ലാരിറ്റി വന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. എക്സാമ്പിൾസ് കൂടുതൽ കൊടുത്തേക്കുന്നുള്ളൂ. അവിടെയൊക്കെ ഞാൻ വിക്ക് പകരം ദേ ചേർത്തു, ഐ ചേർത്തു, അല്ലെങ്കിൽ യു ചേർത്തു. അപ്പോൾ കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഒരു സെന്റൻസ് കൂടെ മനസ്സിലാക്കിയെടുക്കാം. നിനക്ക് പോകേണ്ടതില്ല. അത് ഇംഗ്ലീഷ് വരുമ്പോൾ യു ഡോണ്ട് നീഡ് ടു ഗോ. മറ്റൊരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ പ്രവർത്തിക്കുന്നില്ല. ഇറ്റ് ഡസന്റ് വർക്ക് ഹിയർ. അവിടെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. യു വന്നതിന്റെ കൂടെ ഡോണ്ട് എന്നാണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഡു നോട്ട് എന്നാണ് ചേർത്തേക്കുന്നത്. യു ഡു നോട്ട് നീഡ് ടു ഗോ. എന്നാൽ ഇറ്റ് വന്നപ്പോൾ അത് ഡസന്റ് എന്നായി, ഡസ് നോട്ട് എന്നായി. ഇറ്റ് ഡസന്റ് വർക്ക്. ഇറ്റ് ഡസന്റ് വർക്ക് ഹിയർ, അല്ലെങ്കിൽ ഇറ്റ് ഡസന്റ് വർക്ക്. എങ്ങനെ വേണം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പഠിച്ച ഇത്രയും സെന്റൻസിനകത്തൂടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇത് നമ്മൾ റെഗുലർ നമുക്ക് യൂസ് ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള വേർഡാണ് ഡോണ്ടും ഡസന്റും. അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കിയിരിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, അതായത് ഇംഗ്ലീഷിന്റെ തുടക്കം നമ്മൾ സംസാരിച്ചു വരുമ്പോൾ, ഈ ചെറിയ കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയി മറ്റുള്ളവരുടെ മുന്നിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഐ ഡോണ്ട് നോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഹീയുടെ കൂടെ ഹീ ഡോണ്ട് നോ എന്ന് പറയരുത്. ഹി ഡസൻ നോ അല്ലെങ്കിൽ ഷീ ഡസൻ നോ എന്ന് തന്നെ പറയണം. ഒരാളുടെ പേര് വരുമ്പോഴോ ജെറി ഡസൻ നോ, അല്ലെങ്കിൽ സീത ഡസൻ നോ, രാം ഡസൻ നോ, എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അത് നന്നായി നിങ്ങളുടെ മനസ്സിൽ കുറിച്ച് വെക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്നും കരുതുന്നു. ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ ഡു ഡസ് ചേർത്ത വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ തുടക്കം വളരെ ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റും. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. അതും ഇതുപോലെ സിമ്പിൾ തന്നെ ആയിരിക്കും. മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന്റെ തുടക്കക്കാർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വളരെ ഈസി ആയിരിക്കും.